Are humans better than animals? അതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. Are humans better than animals? ഇനി മനുഷ്യന്റെ ആരംഭം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിലെ നാം വായിക്കുന്നു, നാം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാൻ വളരെ ആഗ്രഹിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലെ ദൈവം മനുഷ്യനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് സ്നേഹത്തിലും സൗഹൃദത്തിലും കൂട്ടായ്മയിലും മുന്നോട്ട് പോകണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തില് അഞ്ചാം ദിവസം വരെ ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടികളിൽ നിന്ന് വളരെ വിശേഷപ്പെട്ട മനുഷ്യനെ ആറാം ദിവസം മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. Then God said, let us make man in our own image. They will rule the fish of the sea, the birds of the sky, the livestock. അപ്പോൾ അതുവരെ സൃഷ്ടിച്ച പ്രകൃതിയേക്കാൾ, അതുവരെ സൃഷ്ടിച്ച ആനിമൽ കിങ്ഡത്തിനേക്കാൾ ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയായിരിക്കണം, ഇതിനെല്ലാം ഉപരിയായ വലിയ നല്ല ഹയർ ആയ ഒരു സൃഷ്ടിയായിരിക്കണം മനുഷ്യൻ എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. Then God said, let us make man in our own image. നമ്മുടെ തന്നെ ആ ഇമേജിൽ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. They will rule the fish of the sea. അപ്പൊ സീയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും മേലെ, the birds of the sky, ആകാശത്ത് പറന്നു നടക്കുന്ന എല്ലാ ബേർഡ്സിനും മീതെ, and the livestock comes the animal kingdom. ഇതിനൊക്കെ മീതെയായി ശ്രേഷ്ഠമായി ദൈവത്തിന്റെ ഇമേജിൽ ദൈവമായിട്ട് സഖിത്വത്തിൽ മുന്നോട്ട് ആ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചു. And then God created man as the pinnacle of God's handiwork. God created man as a physical and spiritual being. God breathed life into man's nostrils. We know all that. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ആളായിട്ട്, when God breathed that breath into his nostril, man became a live person. Man is different and superior to animals. We can see that from here. His intelligence intelligence and his articulation abilities, his abstract reasoning, our ability to innovate things, to be creative, awareness of moral sensibilities and depth awareness, knowledge of God, superiority of humans to animals in God's plan. ആ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ മനുഷ്യൻ മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരാളാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആനിമൽ കിങ്ഡത്തിനോ പ്ലാന്റ് കിങ്ഡത്തിനോ പ്രകൃതിക്കോ ഒന്നും ഇത് ക്ലെയിം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. Definitely, so we can say
that we are superior creation with God has some special desire regarding man. ആ രീതിയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ക്രിയേഷനിലെ മനുഷ്യൻ സുപ്പീരിയർ ആണ് എന്ന് നമുക്ക് ഡിബേറ്റിന്റെ ആവശ്യമില്ല. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലേ അത് ശരിയാണ്, മനുഷ്യൻ സുപ്പീരിയർ ആണ്, ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ മനുഷ്യനുണ്ട് എന്ന് നാം ഇപ്പോൾ ചിന്തിച്ചു. മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, സഹിത്വത്തിൽ, കൂട്ടായ്മയിൽ നടക്കണം, മുന്നോട്ട് പോകണം എന്നാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ക്രമേണ എന്തുണ്ടായി എന്ന് നമുക്കറിയാം. അധികം താമസിയാതെ തന്നെ ആ കൂട്ടായ്മയ്ക്ക് ഭംഗം വന്നു. ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളെല്ലാം നാം ഈ സമയത്ത് ഓർക്കുന്നു. അപ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആനിമൽസ് ഉണ്ട്, പ്ലാന്റ് കിങ്ഡം ഉണ്ട്, നേച്ചർ ഉണ്ട്, സ്കൈ ഉണ്ട്. ഈ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും, സുപ്പീരിയർ ആയിട്ടുള്ള മനുഷ്യൻ ഈ ഭാഗത്ത്. ഇങ്ങനെ എല്ലാറ്റിലും ഹയർ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം. അവൻ റിയലി സുപ്പീരിയർ ആണ്. അവന് ചിന്തകളാണോ അവന് വഴിതെറ്റിക്കുന്നത്? എത്തറ്റം വരെ ഇത് കൊണ്ടുപോയി എവിടെയാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത് എന്ന് നമ്മളോടൊപ്പം ഏകദേശം BC 700 ജീവിച്ചിരുന്ന ഐസയ പ്രവാചകൻ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഏകദേശം എത്ര വർഷമായി? 2000 ഏകദേശം 3000 ആണ്ട് മുൻപ് ജീവിച്ചിരുന്ന യഹൂദയിലും യെരുശലേമിലെയും ആളുകളെ കണ്ട് അന്ന് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ബിഹേവിയർ മനസ്സിലാക്കിയ ഐസയ പ്രവാചകൻ പറയുകയാണ്, is man truly higher than animals? അദ്ദേഹത്തിന്റെ വലിയൊരു ചോദ്യമാണ്. അദ്ദേഹം അതിനുത്തരം കൊടുക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ നാം ഇന്ന് കാണുന്നുണ്ട്. അദ്ദേഹം പറയാണ്, മനുഷ്യന്റെ ചില രീതികളും കാര്യങ്ങളും കാണുമ്പോൾ ഇവൻ ഡോങ്കിയേക്കാളും താഴെയാണല്ലോ എന്ന് ചിന്തിച്ചു. ഇവനൊരു കാളയേക്കാളും താഴെയാണല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് മനുഷ്യനെ കുറിച്ച് ഐസയ പ്രവാചകൻ മനുഷ്യൻ സുപ്പീരിയർ എന്ന് ചിന്തിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഐസയ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കെല്ലാം പ്രവചന ഭാഗങ്ങൾ നമുക്ക് വളരെ നല്ലവണ്ണം അറിയാം. ഏകദേശം BC 739 681 ഇടയിലെ 58 വർഷം ജെറുസലേമും ജുദിയയും ഫോക്കസ് ചെയ്ത് അവിടെയുള്ള ജനങ്ങളെ നന്നായി മനസ്സിലാക്കി ആ മനുഷ്യരുടെ ബിഹേവിയറൽ പാറ്റേൺ കണ്ട് അവരോട് ചില കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കണം എന്ന് യഹോവയായ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് ഐസയോട് പറഞ്ഞു. ഐസയ ചോദിക്കുന്ന ചോദ്യം, ലിസൺ ഹെവൻസ് ആൻഡ് പേ അറ്റൻഷൻ. ഞാൻ ഐസയ ചാപ്റ്റർ 1 2-3 വാക്യങ്ങളാണ് വായിക്കുന്നത്. ലിസൺ ഹെവൻസ് ആൻഡ് പേ അറ്റൻഷൻ എർത്ത്, for the Lord has spoken. I have raised children and brought them up, but they have rebelled against me. മൂന്നാമത്തെ വാക്യം,
The ox knows its owner, and the donkey its master's feeding trough. But Israel does not know, my people do not understand. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യൻ മൃഗത്തേക്കാൾ മിടുക്കനാണെന്നോ ഹയറാണെന്നോ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പ്രയാസമാണ്. ഐസയ്യ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു കഴുതയേക്കാൾ ഒരു ഓക്സിനേക്കാൾ ഇൻഫീരിയർ ആയിട്ടുള്ള ചിന്തകളാൽ ഭരിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയെയാണ് ഐസയ്യ മുൻപിൽ കാണുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളെയും ഫോക്കസ് ചെയ്ത് ആണ് ജനറൽ ആയിട്ടുള്ള മെസ്സേജാണ് ഐസയ്യ പ്രവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പേഴ്സണാലിറ്റി ഓഫ് ഓക്സ്. കാളയെ നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മിക്കവാറും പല കുടുംബങ്ങളിലും കാള അല്ലെങ്കിൽ പശു നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലവണ്ണം അറിയാം, അല്ലേ? The ox is not known for his brilliance. In fact, to this day we say he is as dumb as an ox. നമ്മൾ പറയാറുണ്ടല്ലേ, he's as dumb as an ox. The donkey is known for being dumb, and not only dumb, known for stubbornness also. Donkey ഭയങ്കര stubborn. At least they know their master. At least they know their master. My people don't consider me at all. I have blessed them, but they have forgotten me. God's people compared with ox and donkey. ഇതാണ് ഐസയ്യ പ്രവചനത്തിന്റെ ആദ്യത്തെ അധ്യായത്തിലെ ഐസയ്യ പ്രസന്റ് ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽ. എ കമ്പാരിസൺ ഓഫ് ഡോങ്കി, ഓക്സ് ആൻഡ് മാൻ. The ox is, people have forgotten all the mighty deeds that God had done for them. മനുഷ്യൻ ഈ ഡോങ്കിക്കും ഓക്സിനുള്ള ഒരു ഗുണമുണ്ട്. രാവിലെ വീട്ടിൽ ആ ഡോങ്കിയുമായിട്ട് അല്ലെങ്കിൽ ഓക്സുമായിട്ട് ഓക്സിനെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന വീട്ടിലെ ആരുമാകട്ടെ, മക്കളോ മദറോ ഫാദറോ ആരുമാകട്ടെ, അതിനെ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു, അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് തട്ടുന്നു, അതിനെ ലാളിക്കുന്നു. കുറച്ച് ദിവസം ഒരാള് ഈ ഓക്സിനെ, ഈ ഡോങ്കിയെ ആ രീതിയിൽ ടേക്ക് ചെയ്യുമ്പോൾ ആ ഓക്സും ഡോങ്കിയും നമ്മളോട് വളരെ അടുക്കും, സൈക്കോളജിക്കലായിട്ട് വളരെ അടുക്കും. എന്നാൽ വേറൊരാള് പെട്ടെന്ന് പോയിട്ട് ആ സ്നേഹവും അല്ലെങ്കിൽ ആ അവകാശത്തിലും ആ ഓക്സിനെ പോയിട്ട് തൊടാനോ അല്ലെങ്കിൽ ആ ഓക്സിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാനോ ശ്രമിച്ചാൽ ഓക്സ് എന്ത് ചെയ്യും? കാലുകൊണ്ട് ഒന്ന് കൊടുക്കും, അല്ലേ? കൊടുക്കും. എന്നാൽ അതിനെ ശുശ്രൂഷിക്കുന്ന, അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആരാണോ ആ ആളോട് സ്നേഹം, ലോയൽറ്റി, അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഫെലോഷിപ്പ് ആ ഡോങ്കിയും ആ ഓക്സും ആഗ്രഹിക്കുന്നുണ്ട്. അവരതിന് വില്ലിങ്ങുമാണ്. ഇനി നമ്മൾ അവരോട് കാണിക്കുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവരെ കുറിച്ച് നാം പഠിക്കുമ്പോഴേ ഓക്സ് ഡോങ്കി റിസർച്ചിൽ നിങ്ങൾ പോയി നോക്കിയാലേ ഒരിക്കലും അവർ മറക്കില്ല എന്നാണ് പറയുന്നത്. അത്ര ലോയലാണെന്നാണ് പറയുന്നത്. ഈ ഡോങ്കിയെയോ ഈ പെർട്ടിക്കുലർ ഓക്സിനെയോ നിങ്ങൾ
വിൽഡർനെസ്സിൽ വിട്ടു എന്ന് വിചാരിക്കുക. കുറേ നാളുകൾ ഈ ഓക്സും ഡോങ്കിയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. വളരെ നാളുകൾക്ക് ശേഷം, മേ ബി 1 വർഷമോ 2 വർഷത്തിന് ശേഷമോ എങ്ങനെയെങ്കിലും ഈ ഓക്സിനെയും ഡോങ്കിയെയും നാം കണ്ടുമുട്ടി എന്ന് വിചാരിക്കുക. അവർ നമ്മെ മറക്കില്ല എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അവർക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. നമ്മളോട് വീണ്ടും സന്തോഷത്തില് ആ ഡോങ്കി ചാടി ചാടി നമ്മുടെ അടുത്തേക്ക് വരും. ആ ഓക്സും ആ രീതിയിൽ തന്നെ സ്നേഹം പ്രദർശിപ്പിച്ച് ആളുടെ അടുത്തേക്ക് കടന്നു വരും. ഇത് ഡോങ്കി ഓക്സ് സയൻസ് ആണ് കേട്ടോ, സൈക്കോളജി. ഞാൻ അല്പം റിസർച്ച് ചെയ്തില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ ചിന്ത പോയത് എങ്ങനെയാണ്, എന്തുമാത്രം ആനിമൽസ് ഉണ്ട് ആനിമൽ കിങ്ഡത്തിലല്ലേ. ഐസയ എന്താ ഈ ഓക്സിനും ഡോങ്കിയും മാത്രം എടുത്തത്? ലോട്ട് ഓഫ് അതർ ആനിമൽസ് ഇൻ ദി ആനിമൽ കിങ്ഡം അല്ലേ. എന്നാൽ ഇവര് 2 പേരാണ് എടുത്തത്. ഒന്നാമത് മനുഷ്യന്റെ അത്ര ബുദ്ധിയില്ല, രണ്ടാമത് മനുഷ്യന്റെ അത്ര സ്കിൽസ് ഇല്ല, ബുദ്ധി കുറവാണ്. എന്നാൽ സ്റ്റബേൺനെസ് ഉണ്ട്, അതൊരു വശത്ത്. എന്നാൽ മറ്റു വശങ്ങളിലെ ഈ നല്ല ക്വാളിറ്റീസ് ഒരുപാട് ഓക്സിനും ഡോങ്കിക്കുമുണ്ട്. ഐസയ മനുഷ്യനെ കമ്പയർ ചെയ്തിട്ട് പറയാണ്, ദിസ് ഡോങ്കി ആൻഡ് ദിസ് ഓക്സ് ആർ ബെറ്റർ ദാൻ യു, ഓ മാൻ. യു നീഡ് ടു സെർച്ച് യുവർ സോൾ. യു നീഡ് ടു സീ where you are in relationship with God. People have forgotten all the mighty deeds that God had done for them. ഫറവോന്റെ അടിമയിൽ നിന്ന് അവർ കടന്നു പോകുന്ന ആ കാര്യം അവർ മറന്നു. ചെങ്കടലിലൂടെ അവരെ കടത്തിവിട്ട ആ കാര്യം അവർ മറന്നു. അവർ കനാനിലേക്ക് കടന്നു വന്നപ്പോൾ ശത്രുക്കളെ കീഴടക്കി ഭാഗമായി ദൈവം അവർക്ക് കൊടുത്ത കഥകൾ അവർ മറന്നു. ദൈവം അവർക്ക് ചെയ്ത നന്മകളും അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെയും കുറിച്ച് മറക്കുവാൻ അധികം തലമുറകൾ വേണ്ടി വന്നില്ല. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു. സ്റ്റോപ്പ് ബ്രിങ്ങിങ്. ഐസയ പറയാണ്, ഇങ്ങനെ അകന്നു നിൽക്കുന്ന നിങ്ങൾ കടന്നു വന്ന് ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് വലിയ സാക്രിഫൈസുകളുമായിട്ട് കടന്നു വന്ന് സാക്രിഫൈസ് ചെയ്യുന്നതിലെ ഒന്നും വലിയ അർത്ഥമില്ല. സ്റ്റോപ്പ് ബ്രിങ്ങിങ് യൂസ്ലെസ് ഓഫറിങ്സ്. കഠിനമായിട്ടുള്ള വാക്കുകളാണ് ഈ വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യുവർ ഇൻസെൻസ് ഈസ് ഡിറ്റസ്റ്റബിൾ ടു മീ. കടന്നു വരുന്നുണ്ട്, ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നു, ഇൻസെൻസ് പോയിക്കുന്നുണ്ട്, പിന്നെ ഓഫറിങ്സ് നമ്മൾ ഇടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നുണ്ട് എന്ന് വരികിൽ തന്നെ ദൈവമായിട്ടുള്ള ശരിയായിട്ടുള്ള കൂട്ടായ്മയിലല്ല നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഐസയ ഈ ഭാഗത്ത്. When you spread out your hands in prayer, I will refuse to look at you. Even if you offer countless prayers, I will not listen. Your hands are covered with blood. People continue their rituals. I have heard enough of burned offerings and rams. Stop bringing useless offerings. Your incense is detestable to me. I will get even with my foes. I will take revenge against my enemies. I will turn my hand against you. I will burn away your dross completely. I will remove all your impurities. I will restore your judges to what they were at first, and your adversaries to what they were at start. Afterward, you will be called the righteous city, a faithful town,
Zion will be redeemed by justice. Those who repent by righteousness. At the same time, both rebels and sinners will be broken, and those who abandon the Lord will perish. Isaiah juxtaposes judgment and destruction with uplifting promise of hope and prosperity. Throughout Isaiah, it's a very interesting prophetic book. Isaiah, theologians പറയുന്നത് Isaiah is a miniature Bible എന്നാണ് പറയുന്നത്. Just book of Isaiah. Miniature Bible എന്നാണ് തിയോളജിയൻസ് പറയുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് മനുഷ്യൻ്റെ പ്രസന്റ് സ്റ്റേജ് ഓഫ് മനുഷ്യൻ എങ്ങനെയാണ് എന്ന് ആദ്യത്തെ ഐ തിങ്ക് 30 വരെയോ 39 വരെയുള്ള അധ്യായങ്ങളിൽ കാണിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ആക്ടിവിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ്, മനുഷ്യൻ്റെ പാപ സ്വഭാവം ഈ 10-39 അധ്യായങ്ങളിൽ ഐസിയ വിവരിച്ചിരിക്കുന്നു. അതിനുശേഷം 10-15 അധ്യായങ്ങളിലെ ഐസിയ ഇതിന് പരിഹാരമായിട്ട് ദൈവം മനുഷ്യർക്ക് ഒരു പരിഹാരം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ ഭംഗിയായിട്ട് ഐസിയ വരച്ചു കാണിക്കുകയാണ് ഈ അധ്യായങ്ങളിൽ. അതിനുശേഷം അവസാനത്തെ 8 മുതൽ 10 വരെയുള്ള അവസാന അധ്യായങ്ങളിൽ ഐസിയ വീണ്ടും വരച്ചു കാണിക്കുകയാണ് ഈ ക്രിസ്തു, ഈ രക്ഷിതാവ് കൊല്ലപ്പെടുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തപ്പെടുമെന്നും വീണ്ടും വരും എന്നുള്ള പ്രത്യാശയുടെ വാക്കുകളാൽ ദൈവജനത്തെ ഐസിയ പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ്, എൻലൈറ്റൻ ചെയ്യുകയാണ്. That is the condensation of the book of Isaiah. On that day you will say, I will give thanks to you, Lord. Although you are angry with me, your anger has turned away and you have comforted me. Indeed, God is my salvation. I will trust him and not be afraid. For the Lord himself is my song. He has become my salvation. You will joyfully draw water from springs of salvation. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ജൂദ, ഇസ്രായേൽ, അവരുടെ റെബലിയൻ, അവരുടെ സിൻ, അവരുടെ റെബലിയനും സിന്നും ദൈവത്തിൻ്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ അധ്യായങ്ങളിലെ ഐസിയ വരച്ചു കാട്ടുന്നു. 40 മുതൽ 59 വരെയുള്ള അധ്യായങ്ങളിലാണ് introduces a savior of the world, reveal God's master plan to save humanity through his son Jesus Christ. And 60-66, the Lord's glory in Zion. Brothers and sisters, this morning I just wanted to bring to your attention one simple fact. Man is good. Man is not all that bad. Man is good. There are a lot of good things in him. But man is unfortunately fickle-minded. Always he has a tendency to cheat. Man finds difficulty to be stable in his thoughts. Man can continue to be in the state of his thought, and his conviction continues to be in that realm always. When temptation comes, when oppositions come, when trials come,
when things of unpleasant nature happen in our life, we deviate. We go away from God. In those regards, when we have tendency to deviate or forget God, let these animals come to our mind. The ox and the donkey, whom Isaiah presents. Very loyal, very strong, and they will love you because you are loving them and taking care of them. God says, I will never leave you alone. I will work with you. I will look at your sin. I will look at your unrighteous path. I will deal with you. What I call is my judgment. Yet, I will not totally abandon you. I have made provisions for you through my Son and your Savior, Lord Jesus Christ. Hold on to Him. Continue your path. May the Lord help us all to stay faithful and loyal in our conviction. Learning example from the animals. Look at ox. Look at donkey. Let them speak to us this morning. God's name be glorified.